ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. എനിക്ക് പനിയൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാസർഗോഡ് പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച രാവിലെ 10:30 ആയപ്പോഴത്തേനും രാജാക്കാട് നിന്ന് ഇറങ്ങി. ശനിയും ഞായറും നമുക്ക് ഓരോ കല്യാണം ഉണ്ടായിരുന്നു. അതൊക്കെ കൂടിയ ശേഷം തിങ്കളാഴ്ച രാവിലെ 8:30 ആയപ്പോഴത്തേനും നമ്മൾ KSRTC ബസ്സിനാട്ടോ പോകുന്നത്. മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ്സിന് കയറി കണ്ണൂർ വണ്ടിയാണ് കിട്ടിയത്. അപ്പം നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും കണ്ണൂർ വന്നു കേട്ടോ. കണ്ണൂർ പിന്നെ അവിടെ നമ്മൾ ട്രെയിനിനാട്ടോ പോയത്. അവിടുന്ന് 2.5 മണിക്കൂറുണ്ട് കാസർഗോഡിന്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും 10:30 ആയിട്ടോ, 10:00 ആയി. അപ്പോൾ നമ്മളവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ അവിടെ മയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി വീഡിയോയൊക്കെ എടുത്താണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാട്ടോ ഇത്. അവരെപ്പോഴും വിളിക്കും കേട്ടോ അങ്ങോട്ട്. അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഒരു പള്ളിയുണ്ട് അവിടെ, കർണാടക കർണാടക ആട്ടോ ഇത്. അപ്പം നമ്മുടെ ഒരു പള്ളിയുണ്ട്, മുസ്ലിം സഹോദരങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, ഉള്ളാളെന്ന് പറയും. അപ്പം നമ്മൾ അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണിത്. പള്ളിയുടെ ഫ്രണ്ടിലൊരു കുളമൊക്കെ ഉണ്ട്, അതൊക്കെ ആട്ടോ ഇത്. അതിനുശേഷം അവിടെയൊക്കെ ഈ നേർച്ച ഇടുന്ന കേട്ടോ ഇത് പൈസകൾ. നമ്മൾ അതിന് ശേഷം ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ തിരിച്ച് കാസർഗോഡിന് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ കാസർഗോഡ് ഉള്ളതാട്ടോ മാലിക് ദീനാർ എന്ന് പറയും. ഇത് വേറൊരു പള്ളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൂ ഞാൻ. അതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ എന്നിട്ടൊരു 3:30 ആയപ്പോഴത്തേനും ബേക്കൽ കോട്ട എന്ന് പറയും, അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ അവരവിടെ ടിക്കറ്റ് എടുക്കാൻ പോയ നേരത്തിന് ഞങ്ങളിവിടെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാണേണ്ട കാഴ്ചകളാട്ടോ. കുറേ നടക്കാനൊക്കെ ഉണ്ട്, ഒത്തിരി കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫ്രണ്ടിൽ ഇത് കയറുന്ന ഗേറ്റാട്ടോ ഈ കാണുന്നത് നമ്മൾ. ഇവിടെ നിന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. നടക്കാനും ഉണ്ട്, അതുപോലെ കാണാനും ഉണ്ട്. എല്ലാവരും ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. അപ്പം നമ്മളിങ്ങനെ നടന്ന് കയറി പോകുമ്പോൾ ഉണ്ടല്ലോ, മേളിൽ ചെന്നിട്ട് ഉള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. നല്ല രസമാട്ടോ. ഈ കാണുന്ന ഇതിൻ്റെ അപ്പുറം ഒരു കടലാണ് കേട്ടോ. ഞാനവിടെ 3-4 പ്രാവശ്യം നിന്നാട്ടോ കയറിയത്, അതുപോലെ കയറ്റാണേ. ഇതിൻ്റെ മേളിൽ കയറിയിട്ടുള്ള വ്യൂ ഒക്കെ നല്ല രസമാട്ടോ. അപ്പോൾ ഈ കടൽ ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന കടലുണ്ടല്ലോ, അതിൻ്റെ അവിടം വരെ, ആ കടലിനോട് ചേർന്ന് വരെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ ഈ കടലിൻ്റെ അടുത്തോട്ടാട്ടോ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കടലല്ല, ഒത്തിരി ദൂരെയാണ്. നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കടലിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അവിടം വരെ നടക്കണം കേട്ടോ. പിന്നെ മണ്ടയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, എല്ലാവരും ഫോട്ടോഷൂട്ടിലൊക്കെ കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കണ്ടോ, ഇതൊരു കോട്ടയാണ് കേട്ടോ. കുറേ കാണാനുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. കുറേ നേരം നമുക്ക് നിൽക്കാണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്തത് ഇവിടെയാണ്. പിന്നെ ഇവിടെ നിന്ന് 6:20 ആകുമ്പോൾ നമ്മളെ കറക്റ്റ് അവർ ഇറക്കി വിടും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നിൽക്കാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അടുത്ത സ്ഥലത്തോട്ട്, ഈ കടൽ കാണുന്നിടത്തോട്ട് നമ്മൾ പോകും കേട്ടോ. ഇപ്പം ഉണ്ടല്ലോ, ഇതിന് ശേഷം ഞങ്ങൾ നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നമ്മൾ താഴെ ഇറങ്ങി വന്നു കേട്ടോ കുറച്ചൊക്കെ. അപ്പോഴത്തേനും കടൽ കണ്ടു. കുറേ നടക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ മേളിൽ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മോരും വെള്ളവും തണ്ണിമത്തങ്ങയുടെ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. അങ്ങനെ കുറേ നടന്ന് വെള്ളം കുടിച്ച് നമ്മൾ മടുക്കും. കുറേ സ്ഥലത്തേക്ക് ഇരുന്നിട്ടാട്ടോ, ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ കടൽ കാണാൻ, താഴെ കടലിൻ്റെ അവിടെ വന്നു. നടക്കാൻ വെയിലൊക്കെ ആറിയിട്ടോ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് 6:15 വരെ അവിടെ സമയമുള്ളൂ. പിന്നെ ഒരു 3 മണിക്കൊക്കെ ശേഷം പോയാൽ ആ വെയിൽ ഇച്ചിരി കുറയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നല്ല വെയിലാണ്. അപ്പോൾ ഈ
ഈ കല്ലുകെട്ടിൻ്റെ മേളിൽ കുറേ പേര് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അവിടെ കടലിൽ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ചൂണ്ടയിടുന്ന. എല്ലാ സ്ഥലത്തും കൂടെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ അത് ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്. അപ്പോൾ ആ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നിടത്ത് തൊട്ട് നമ്മളെ കടത്തി വിടില്ല കേട്ടോ അവർ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ചെറിയൊരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറേ. നടന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ മടുക്കും, അതുപോലെ കുറേ നടക്കാനുണ്ട്. അത് കാണാൻ നല്ല രസമാട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് അതിൻ്റെ മേളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ. പിന്നെ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കടൽ തീരത്തെത്തി. അവിടെയുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ ഒരു 5:30 6 മണിയൊക്കെ ആവാറായിട്ടോ. 6 മണിയല്ല, ഒരു 5:30 ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് കയറി. പിന്നെ നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ച് മേളിലോട്ടും കയറണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പാർട്ട് 2 കൂടി വരുന്നുണ്ട്. എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല.